ഇതിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളോടനുബന്ധിച്ച് മലബാർ മേഖലയിലേക്ക് വന്നാൽ കോഴിക്കോട് ജില്ലയിലും 500ഓളം ക്ഷേത്രങ്ങളിലും ആധ്യാത്മിക കേന്ദ്രങ്ങളിലും പ്രാർത്ഥന, ഭജന, പ്രഭാഷണം, കലാസാംസ്കാരിക പരിപാടികൾ, അന്നദാനം എന്നിവയെല്ലാമായി അങ്ങനെ ആഘോഷിക്കുകയാണ്. പ്രതിഷ്ഠാ ചടങ്ങുകൾ തത്സമയം കാണാൻ വിവിധ ക്ഷേത്രങ്ങളിൽ വലിയ സ്ക്രീനുകൾ ഒരുക്കിയിട്ടുണ്ട്. ചുറ്റുവിളക്ക് തെളിയിക്കൽ, ഒപ്പം വീടുകളിൽ ലക്ഷക്കണക്കിന് രാമജ്യോതി തെളിയിക്കുക, അങ്ങനെ വിപുലമായ ആഘോഷങ്ങളോടുകൂടി കേരളം ഒരേ മനസ്സോടെ അങ്ങനെ ഏറ്റെടുക്കുകയാണ്. ഭാരതത്തിലെ എമ്പാടുമുള്ള ജനങ്ങളോടൊപ്പം കേരളവും ചേർന്ന് നിന്നുകൊണ്ട് തങ്ങളും രാമനെ വരവേൽക്കുകയാണ്. പ്രജിത് മോഹനോട് കോഴിക്കോട്. പ്രജിത്ത്, മലബാർ മേഖല പ്രത്യേകിച്ച് കർസേവയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. അതിലേറ്റവും പ്രധാനമായും പീഡനത്തിരയാകേണ്ടി വന്ന ആളുകളുള്ള മേഖലയാണ് മലബാർ. പ്രത്യേകിച്ച് മലപ്പുറം മേഖലയിലൊക്കെ തകർത്തെറിഞ്ഞ ക്ഷേത്രങ്ങളുടെ എണ്ണത്തിൽ കയ്യും കണക്കുമില്ല. മാത്രമല്ല അതിനുവേണ്ടി ജീവൻ ബലി നൽകേണ്ടി വന്ന ഒരുപിടി ആളുകളും മലബാർ മേഖലയിലൊക്കെയുണ്ട്. അങ്ങനെ അയോധ്യയുമായി രാമനുമായൊക്കെ വൈകാരിക ബന്ധവും ഒപ്പം കർസേവയുമായി ബന്ധപ്പെട്ട തുടർന്നുണ്ടായ ഇസ്ലാം തീവ്രവാദികളുടെ കടന്നാക്രമണമൊക്കെ അനുഭവിക്കേണ്ടി വന്ന ആളുകൾ, ഒരുപിടി ആളുകൾ ഇപ്പോഴുമുള്ളൊരു മേഖലയാണ് മലബാർ മേഖല. അതുകൊണ്ട് തന്നെ അവിടെ രാമനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾക്ക് ഒരു വൈകാരിക ബന്ധം കൂടിയുണ്ട്. എന്തൊക്കെയാണ് മലബാർ മേഖലയിലെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെയൊക്കെ ആഘോഷങ്ങൾ? ഉമേഷ്, കോഴിക്കോടിനും മലബാറിനും അത്തരത്തിലൊരു വൈകാരികമായ അനുഭവങ്ങളുടെ അല്ലെങ്കിൽ പീഡനാനുഭവങ്ങളുടെ അതിനെയൊക്കെ അതിജീവിച്ച് വിജയിച്ച് മുന്നോട്ട് വന്ന ഹൈന്ദവ സമൂഹത്തിൻ്റെയൊക്കെ കഥ ഒരുപാട് പറയാനുണ്ട്. എന്തായാലും ആ ഓർമ്മകളിൽ നിന്ന്, തിക്തമായ ഓർമ്മകളിൽ നിന്ന് ഇന്ന് ഒരു ആഘോഷത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കോഴിക്കോട് തൊണ്ടയാടുള്ള ഒരു നെല്ലിക്കോട് ശ്രീവിഷ്ണു ക്ഷേത്രത്തിലാണ്. ഇവിടെ നമുക്കൊപ്പം കുറേ ഭക്തരുണ്ട്. അതോടൊപ്പം തന്നെ ഐശ്വര്യമായിട്ട് രേവതി എന്ന് പറയുന്ന ഒരു കുട്ടി നമുക്ക് വേണ്ടി ഒരു രാമകീർത്തനം ആലപിക്കുന്നതായിരിക്കും. രാമ 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 താരകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം രാമ 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 താരകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം ജാനകി മനോഹരം സർവലോകദായകം ജാനകി മനോഹരം സർവലോകദായകം ശങ്കരാദിസേവ്യമാന പുണ്യനാമ കീർത്തനം ശങ്കരാദിസേവ്യമാന പുണ്യനാമ കീർത്തനം രാമ 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 താരകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം വീരശൂരവന്ദിതം രാവണാദിനാശകം വീരശൂരവന്ദിതം രാവണാദിനാശകം ആഞ്ജനേയ ജീവനാമ രാമ മന്ത്രരൂപകം ആഞ്ജനേയ ജീവനാമ രാമ മന്ത്രരൂപകം രാമ 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 താരകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം. പാട്ടോ. അപ്പോൾ അതൊരു ഐശ്വര്യമായ തുടക്കമായിരിക്കട്ടെ. എന്തായാലും കോഴിക്കോട് പറഞ്ഞു വരുമ്പോൾ ഏതാണ്ട് 500 ക്ഷേത്രങ്ങളിലാണ് ഇന്ന് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അതിൽ തത്സമയ സംരക്ഷണത്തിനുള്ള സൗകര്യം ഒരുക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ രീതിയിലുള്ള പരിപാടികളുണ്ട്. എന്തായാലും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിലെ ഇന്നത്തെ എന്തൊക്കെ നടപടിക്രമങ്ങളാണെന്നുള്ളത് നമുക്ക് അവിടുത്തെ സംഘാടകരോട് തന്നെ ചോദിക്കാം. എന്തൊക്കെ പരിപാടികളാണ് ഇന്നോട് ഉണ്ടാവുക? രാവിലെ നാമജപമുണ്ട്, അഷ്ടോത്തര അർച്ചനയുണ്ട്, പിന്നെ പ്രഭാഷണങ്ങളുണ്ട്, രാമായണ പാരായണമുണ്ട്, ഭജനകളുണ്ട്. എത്ര പേരിവിടെ പങ്കെടുക്കുന്നുള്ളതുണ്ട്? 1000 പേരാണ് പ്രതീക്ഷ. നമ്മൾ ഈ വരുന്നതിനകത്തൊരു കാര്യമുണ്ട്. ഈ അയോധ്യയിൽ ഈ ശ്രീരാമചന്ദ്രൻ്റെ ഇന്ന് പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ പല തലമുറകളായി കാത്തിരുന്ന ഒരു മഹാഭാഗ്യത്തിനാണ് അവസരം ഒരുക്കുന്നത്. ഒരു പക്ഷേ ഇതിനു മുമ്പ് നമ്മുടെയൊക്കെ പൂർവികർ പലരും കാത്തിരുന്നിട്ട് പോലും നടക്കാതെ പോയിട്ടുള്ള ഒരു മഹാസുദിനമാണ് വന്ദിയത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നിങ്ങൾ മൊത്തത്തിൽ നോക്കിക്കാണുന്നത്? അതെ, ഞങ്ങളൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. എത്രയോ കാലമായി ആഗ്രഹിച്ചൊരു കാര്യമാണല്ലോ ഇപ്പൊ നടക്കുന്നത്. അത് തന്നെ വളരെ സന്തോഷമുണ്ട്. ഓ, എല്ലാ ആഗ്രഹമുണ്ട്. ഇറങ്ങി പോവാനൊക്കെ പോയിട്ടുണ്ട്. അല്ല, അപ്പൊ ഇന്ന് കൂടുതൽ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ഭഗവാനെ ദർശിക്കാനുള്ള ഒരു മഹാഭാഗ്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലേ? സപ്താഹം അവിടെ ഉണ്ടായിരുന്നു, രാമായണ സപ്താഹം ഉണ്ടായിരുന്നു 2008. അപ്പം ഞങ്ങൾ രണ്ടുപേരും ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ബിർള മന്ദിരത്തിൽ വെച്ചിട്ടായിരുന്നു രാമായണ സപ്താഹം നടന്നത്. അതിൽ 8 ദിവസം അവിടെ നിന്ന് ഞങ്ങൾ
എല്ലാ ക്ഷേത്രങ്ങളും സരയൂ നദിയിൽ ബലിതർപ്പണം ചെയ്ത് പിന്നെ നന്ദിഗ്രാമത്തിൽ പോയി ഭരതക്ഷേത്രം കണ്ടു. എല്ലാം നന്ദിഗ്രാമം ഒരു ഗ്രാമം തന്നെയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനെയാണ് ഈ അവിടെ രണ്ടുപേരുണ്ട്. അവർ അയോധ്യയിൽ ക്ഷേത്രം അവിടെ ദർശനം നടത്തിയിട്ടുള്ള രണ്ടുപേരുണ്ട്. അങ്ങനെ എല്ലാവർക്കും സാധ്യമാകുന്നതല്ല. നമുക്കറിയാം കഴിഞ്ഞ നാളുകളെ എത്രത്തോളം ബന്ധവസിലായിരുന്നു. ഈ പറഞ്ഞ രീതിയിൽ ആ കലുഷിതമായ ഒരു കാലത്താണ്. ആ സാഹചര്യത്തിൽ പോലും അവിടെ സന്ദർശനം നടത്താൻ കഴിഞ്ഞ രണ്ടുപേരുടെയുണ്ട്. മറ്റു ചിലരുമുണ്ട്. ഇനി ആരെങ്കിലും അയോധ്യ പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടോ? എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്തോ അങ്ങനെ ഒരു പദ്ധതി ഇട്ടോ അടുത്തൊരു വെക്കേഷൻ സമയത്തോ അങ്ങനെ എന്തെങ്കിലും യാത്രയ്ക്ക് പദ്ധതിയിട്ട് പോകണം? എല്ലാവരും ഒന്നിച്ച് ഈ ക്ഷേത്രത്തിലുള്ളവർ ഒന്നിച്ച് പോകുന്നു. അങ്ങനെയാണ് ഉമേഷ്. ഇവിടെ ഈ ക്ഷേത്രത്തിൽ നിന്നുള്ളവർ ഒരുമിച്ച് ഈ രീതിയിൽ അയോധ്യയിലേക്ക് പോകാനുള്ള ഒരു പദ്ധതിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഏകദേശം 12 മണിയോടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് തത്സമയം കാണുന്നതിനുള്ള സൗകര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് പ്രധാനമായിട്ടും 500 ക്ഷേത്രങ്ങളിലാണ്. നഗരത്തിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 141 ക്ഷേത്രങ്ങളിൽ ഈ തത്സമയം ഈ പ്രാണപ്രതിഷ്ഠ കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള കസേരകളും ഒക്കെ ഒരുക്കി ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ആളുകൾ എത്ര പേര് വന്നാലും അവർക്ക് ഇരുന്ന തത്സമയം ഈ പ്രാണപ്രതിഷ്ഠ തത്സമയം കാണുന്നതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് തുടങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മലബാർ മേഖല കേന്ദ്രീകരിച്ച് തുടങ്ങിയിരിക്കുന്നത്. ഇത്രയധികം കാത്തിരുന്ന, ഇത്രയധികം പ്രയത്നങ്ങൾ വഹിച്ച, ഇത്രയധികം സമയമെടുത്ത് രാമന് വേണ്ടി കാത്തിരുന്ന് ആ രാമന്റെ 2ാം വരവിനെ അതിനെ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളുമാക്കാൻ കോഴിക്കോടുകാർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾക്ക് തന്നെ പോകുമ്പോൾ അതിൽ കൃത്യമായ സംയമനം പാലിച്ചുകൊണ്ട് ഒരു സഹവർത്തിത്വത്തിന്റെ ഭാഷയിൽ വലിയ ഒരു വിചാരവങ്ങളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആഹ്ലാദങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള പ്രകോപനങ്ങളോ അങ്ങനെയുള്ള ഒരു കാര്യവുമില്ലാതെ എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളിലേക്ക് മാത്രം പോയിക്കൊണ്ട് വലിയ പ്രകടനങ്ങളോ അത്തരത്തിലുള്ള സാധാരണ വലിയമായ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വലിയ നേട്ടം ഉണ്ടാകുമ്പോൾ രാമനെ സ്വീകരിക്കാൻ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളുണ്ട്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഭക്തരുടെ വലിയ കൂട്ടായ്മകളുണ്ട്. അവർ തത്സമയം വലിയ സ്ക്രീനുകളിലൊക്കെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ കാണാനായി ഇങ്ങനെ കാത്തിരിക്കുകയാണ്.